NSSന് കീഴിലെ സ്കൂളുകളിലെ അധ്യാപക അനധ്യാപക നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണം എന്ന് സുപ്രീം കോടതി. 350ഓളം തസ്തികകൾ സ്ഥിരപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. 2021 മുതലുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം നൽകാനാണ് നിർദ്ദേശം. ബൽറാം നെടുങ്ങാടിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, NSSന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കുമുള്ളയും നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. 350-ലധികം തസ്തികകൾ സ്ഥിരപ്പെടുത്താനാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 60 തസ്തികകൾ ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെച്ചതായി NSS മാനേജ്മെന്റ് നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2021 മുതലുള്ള നിയമനങ്ങൾക്ക് അംഗീകാരം നൽകണം എന്നുള്ളതാണ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. അതോടെ കഴിഞ്ഞ 4 വർഷമായി NSS നടത്തിയ നിയമനങ്ങൾ ഭിന്നശേഷി തസ്തികയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ തുടർന്ന് സ്ഥിരപ്പെടുത്താൻ കഴിയാതെ ഈ അധ്യാപകരും അനധ്യാപകരും പ്രതിസന്ധിയിലായിരുന്നു. ഈ പ്രതിസന്ധിക്കാണ് ഈ ഉത്തരവോട് പരിഹാരമായിരിക്കുന്നത്. ഉന്മേഷ്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.